ഹലോ, എല്ലാവർക്കും വിജയദശമി ആശംസകൾ. അപ്പോൾ ഇന്ന് നമ്മുടെ കണ്ണനെ എഴുത്തിനെത്തുന്ന ദിവസമാണ് കേട്ടോ. ഞങ്ങളെല്ലാം രാവിലെ എഴുന്നേറ്റായിരുന്നു. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ എല്ലാവരും, ഞാൻ എണീറ്റായിരുന്നു. പിന്നീട് അവനെ എണീപ്പിച്ചു, കുളിപ്പിച്ചു, റെഡിയാക്കി, ചാനലിന് വേണ്ടിയിട്ട് റെഡിയാക്കി. ഞങ്ങളൊരു 6 മണിയൊക്കെ പക്ക എല്ലാവരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കറക്റ്റ് ടൈമപ്പോൾ ഞങ്ങളെ വണ്ടി ചലിച്ചു. ഞങ്ങളുടെ ബൈക്ക് സ്റ്റാർട്ടാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയെല്ലാം എത്തില്ല പറ്റും. പിന്നെ ഞങ്ങളെന്താ, പിന്നെ കറക്റ്റ് ടൈമായപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മാക്കനെ നടന്നു. പിന്നെ കുച്ചപ്പുറം പോയി അവിടെ നമുക്ക് മെഡിക്കൽ ബസ് കിട്ടി. പക്ഷേ അവിടെയും ട്വിസ്റ്റാണ് കേട്ടോ. മെഡിക്കൽ ബസ് കിട്ടിയെങ്കിൽ നമുക്കിപ്പോൾ തിരുമല വരെ ബസ് പോകത്തുള്ളൂ. തിരുമല കഴിഞ്ഞാൽ പിന്നെ ശാസ്തമംഗലം എടപ്പള്ളിയൊക്കെ കറങ്ങിയാണ് പോകുന്നത്. പൂജപ്പുരപ്പാണ് വേറെ എന്തെങ്കിലും വഴി നോക്കണം. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓട്ടോയൊക്കെ പിടിച്ച് കറക്റ്റ് ടൈമിൽ തന്നെ കോവിലെത്തിയിട്ടുണ്ടായിരുന്നു. ഈ ടീച്ചറാണ് കേട്ടോ അവനെ എഴുതിച്ച്. ആരാ എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. എന്തുകൊണ്ടും അടിപൊളിയായിരുന്നു. കാരണം ടീച്ചർ അവനെ പിടിച്ച് എഴുതിപ്പിക്കാനായിട്ട് നോക്കും തോറും അവൻ ടീച്ചറിനെ വിട്ട് എഴുതിപ്പിക്കാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവന് കൂടുതൽ ഫോക്കസ് കളിയിലായിരുന്നു കേട്ടോ. അവന് എഴുതുക എന്നതിലുപരി അവന് അവിടുത്തെ അതിൽ കിടക്കുന്ന അരി വാരുക, അതിനകത്ത് കിടക്കുന്ന കോയിൻ എടുക്കുക, അതൊക്കെയായിരുന്നു അവൻ്റെ താല്പര്യങ്ങൾ. അങ്ങനെ എന്തായാലും അവൻ്റെ എഴുത്തിൻ്റെ അടുത്തൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് നേരത്തെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളൊരു 7 മണിക്ക് അവിടെ എത്തി. 8-8:30 ആയപ്പോൾ ഞങ്ങൾ എഴുത്തിൻ്റെ അടുത്തെല്ലാം കഴിഞ്ഞു, ഫിനിഷ് ചെയ്തു. ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. പിന്നെന്താ, പിന്നെ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. പുറത്ത് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നത്. പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എത്തിവെച്ച് ക്ഷീണിച്ചായിരുന്നു. കാരണം 5 മണിക്ക് എണീറ്റല്ലേ. അവനും വിശപ്പൊക്കെ ആയി. പിന്നെന്താ, പിന്നെ ഒരു 9-9:30 ആയപ്പോൾ ഞങ്ങൾ കാട്ടാക്കട എത്തി. അവിടെ നിന്ന് പിന്നെ കുച്ചപ്പുറം വഴി നടന്നതാണ്. ഇത് നമ്മുടെ കുച്ചപ്പുറം വയലാണ് കേട്ടോ. എനിക്കെപ്പോഴും ഇവിടെ എത്തുമ്പോൾ ഈ ഒരു എത്ര വട്ടം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഈ ഒരു സീൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാകത്തില്ല. എന്താ പറയുക, എൻ്റെ ഫോണിൽ തന്നെ ഉണ്ട് അത്യാവശ്യം. ആ ഒരു വയലിൻ്റെ ഫോട്ടോസ് തന്നെ ഒരുപാടുണ്ട് എൻ്റെ കയ്യിൽ. അങ്ങനെ ഒരു അച്ഛനും മോനും കൂടി ഓടി നടക്കുക. തിരിച്ചും വലിയ ക്ഷീണമൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറെ പ്രശ്നമില്ലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്നാട്ടോ പോയത്. അവനെന്താ, അവിടെ നിന്ന് പിന്നെ ഡ്രസ്സ് മാറ്റി കൊടുത്തിട്ട് ഒരു വിധത്തിൽ അവൻ ഡ്രസ്സ് മാറ്റി. അവൻ്റെ മുണ്ട് ഊരില്ല. അവനൊരു അക്ഷരം പോലും അവന് മുണ്ട് എടുത്ത് തന്നെ പോകണമെന്നായിരുന്നു. അയ്യോ, അങ്ങനെ എന്തായാലും അവൻ്റെ എഴുത്തിൻ്റെ കഴിഞ്ഞു. എനിവേ ഹാപ്പി. വീഡിയോ കണ്ടത് ഒരുപാട് താങ്ക്സ്.